നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഉടൻ തന്നെ ഫ്രീ ആയി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തിയാൽ നിങ്ങൾക്ക് പുതുപുത്തൻ വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതാണ്. ലഹരിക്ക് അടിമപ്പെട്ടവരാണവർ. അവരുടെ മക്കളെ എന്തെങ്കിലും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാത്തത്. എടുത്തുചാടി ഒന്നും ചെയ്യണ്ട എന്ന് രാജശ്രീ അജയോടും സ്വാതിയോടും പറയുന്നു. സ്വാതി സീതയുടെ അരികിലേക്ക് വരുന്നു. അക്രമം നടന്ന സംഭവത്തെക്കുറിച്ച് പറയുന്നു. സീത സ്വാതിക്ക് കരുത്തു നൽകുന്നു. അവസാനം ഞാൻ ഇല്ലെങ്കിലും നീ തകർന്നു പോകരുത്. എല്ലാത്തിനെയും സ്വയം നേരിടണം. സീത സ്വാതിയോട് പറയുന്നു. സ്വാതിക്ക് നടന്ന സംഭവങ്ങളിൽ പേടി തോന്നുന്നു. സീത സ്വാതിയെ ആശ്വസിപ്പിച്ച് ധൈര്യം നൽകുന്നു. മൂർത്തി രാജശ്രീയെ വിളിക്കും. തട്ടിക്കൊണ്ടുപോകുന്ന കാര്യം നടന്നില്ല എന്നതറിയാതെ സംസാരിക്കുന്നു. സീതയും കല്യാണും അവളെ രക്ഷിച്ചുകൊണ്ടുവന്ന കാര്യം രാജശ്രീ മൂർത്തിയോട് പറയുന്നു. ഇനിയൊരു ഒറ്റ വഴിയേ ഉള്ളൂ. സീതയെ സ്നേഹം നടിച്ച് ആ തെളിവുകൾ കൈക്കലാക്കുക. അല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും തന്നെയില്ല, മൂർത്തി രാജശ്രീയോട് പറയുന്നു. കല്യാൺ റൂമിലേക്ക് വരികയാണ്. സീത ഉറങ്ങുന്നതിനാൽ കല്യാൺ പുറത്തു കിടക്കുവാൻ തീരുമാനിക്കുന്നു. പുറത്തു പോകാൻ ഒരുങ്ങവേ സീത ഉണർന്ന് കാര്യം അന്വേഷിക്കുന്നു. പുറത്തു കിടക്കണ്ട, ഇവിടെ കിടന്നാൽ മതിയെന്ന് സീത കല്യാണിനോട് പറയുന്നു. അപ്പോൾ കല്യാണിന്റെ കൈതട്ടി സാരി തറയിൽ വീഴുന്നു. അത് മടക്കാൻ കഴിയാത്തതിനാൽ സീതയുടെ കയ്യിൽ കൊടുക്കുവാനായി പോകുമ്പോൾ സാരിയിൽ തട്ടി കല്യാണും സീതയും കട്ടിലേക്ക് വീഴുന്നു. പ്രണയം നിറഞ്ഞ നിമിഷങ്ങൾ. ഇവിടെ കിടന്നാൽ മതിയെന്ന തീരുമാനമാണ് ഈ അടയാളം, സീത കല്യാണിനോട് പറയുന്നു. രാജേശ്വരി അവിടെ വരുന്നു. കല്യാൺ ഉടൻ തന്നെ പുറത്തേക്ക് പോകുന്നു. രാജേശ്വരി സീതയെ കെയർ ചെയ്യുന്ന പോലെ സംസാരിച്ച് സ്നേഹപ്രകടനങ്ങൾ നടത്തുന്നു. എന്നിട്ട് അബദ്ധത്തിൽ തടിയൻ ഗുഡയെയും സംഘത്തെയും ഞാൻ വെറുതെ വിടില്ല എന്ന് പറയുന്നു. സീതയ്ക്ക് രാജേശ്വരി ദേവി ഇത് ചെയ്തെന്ന സംശയം അവിടെ ഉറപ്പിക്കുന്നു. അത് എങ്ങനെ അറിയാം എന്ന് സീത രാജേശ്വരിയോട് ചോദിച്ചപ്പോൾ രാജേശ്വരി കള്ളങ്ങൾ പറഞ്ഞു ഒഴിയുകയാണ്. സീതയ്ക്ക് ഉണ്ടായിരുന്ന സംശയം രാജേശ്വരിയിൽ നിന്ന് തന്നെ വീണ വാക്കിൽ സീതയ്ക്ക് മനസ്സിലായി. എല്ലാവരും രാവിലെ ഭക്ഷണം കഴിക്കാനായി ഇരിക്കുന്നു. അജയ് സീതയോട് വളരെ സ്നേഹത്തോടും നന്ദിയോടും സംസാരിക്കുന്നു. അജയ്യുടെ ദേഷ്യമെല്ലാം മാറി. അപ്പോൾ ആരോ പുറത്തു വരുന്നു. ജോലിക്കാരെ ഉടൻ തന്നെ ഓടിവന്ന് പോലീസ് വന്നിട്ടുള്ള വിവരം അറിയിക്കുന്നു. പോലീസ് വന്നയുടൻ സ്വാതിയെ അന്വേഷിക്കുന്നു. തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് പോലീസിനെ ഇതുവരെ എന്താ അറിയിക്കാത്തതെന്ന് അന്വേഷിക്കുന്നു. ഒടുവിൽ പോലീസ് രാജേശ്വരിയാണ് ഇത് ചെയ്യിച്ചതെന്ന് പറയുന്നു. എല്ലാവരും രാജേശ്വരിയെ നോക്കുന്നു. രാജേശ്വരി കുറ്റം ഏൽക്കുന്നില്ല. പോലീസ് തറപ്പിച്ചു പറയുന്നു. അതോടൊപ്പം തന്നെ ഒരു സ്ത്രീയാണ് ഈ ഇൻഫർമേഷൻ പോലീസിന് കൈമാറിയതെന്നും പറയുന്നു. അതിൽ സ്വാതിയെ നിങ്ങൾ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. സ്വാതി രാജേശ്വരിയെ നോക്കുന്നു. തുടരും.